ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ പ്രധാനമായും വരുന്ന അപ്ഡേറ്റുകൾ ഫോറിൻ പ്ലെയേഴ്സിൻ്റെ അവൈലബിലിറ്റി കുറിച്ചുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരുപാട് വിദേശ താരങ്ങളുടെ വരവും പോക്കും സംബന്ധിച്ച് ഒരുപാട് അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് തന്നെ മേക്ക് സ്റ്റുഡിയോ അതാത് സമയങ്ങളിൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. സോ കൂടുതൽ കായിക വാർത്തകൾക്കൊണ്ടും IPL റിലേറ്റഡ് അപ്ഡേറ്റ്സിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇന്ന് IPL-യുമായിട്ട് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അത് ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്ക പങ്കുവച്ച ഒരു ട്വീറ്റ് തന്നെയാണ്. നേരത്തെ മെയ് 26 ആയിരുന്നു SA തങ്ങളുടെ പ്ലെയേഴ്സിന് കൊടുത്ത ഡെഡ് ലൈൻ. അതായത് WTC ഫൈനലിനുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടി മെയ് 26 മുമ്പ് IPL കളിക്കുന്ന തങ്ങളുടെ പ്ലെയേഴ്സിനോട് മടങ്ങിച്ചെല്ലാൻ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ BCC അതിനുശേഷം സൗത്ത് ആഫ്രിക്കയുടെ ക്രിക്കറ്റ് ബോർഡുമായിട്ടുള്ള ചർച്ചകൾക്കൊക്കെ ശേഷം ഇന്ന് SA വീണ്ടും ഒരു അപ്ഡേറ്റ് പുറത്ത് വിട്ടിരിക്കുകയാണ്. മെയ് 26 എന്നുള്ളത് അത് ജൂൺ 3 റീഷെഡ്യൂൾ SA ക്രിക്കറ്റ് ബോർഡ് ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിലവിൽ IPL കളിച്ചുകൊണ്ടിരിക്കുന്ന സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾക്ക് IPL-ലെ പ്ലേ ഓഫ് മത്സരങ്ങളും ഫൈനലിൽ അവരുടെ ടീമുകൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഫൈനൽ പോരാട്ടങ്ങൾക്കും ശേഷം മാത്രം SAയുടെ WTC പ്രിപ്പറേഷൻ ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അത് എന്തുകൊണ്ടും ഒരു IPL ടീമുകളെ സംബന്ധിച്ചുള്ളൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് തന്നെയാണ്. കാരണം മെയ് 30 IPL-ൻ്റെ ഫൈനൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ അതിനുശേഷം ജൂൺ 3 മുമ്പ് മാത്രം SAയുടെ WTC പ്രിപ്പറേഷൻ ക്യാമ്പിലേക്ക് അവരുടെ താരങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതി. ഇനി ഇന്ന് പുറത്തു വന്ന മറ്റ് ചില അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും GT ക്യാമ്പിൽ നിന്ന് വന്നൊരു അപ്ഡേറ്റാണ്. നിലവിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്ത താരമാണ് ഇംഗ്ലീഷ് താരം ജോസ് ബട്ട്ലർ. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവശേഷിക്കുന്ന 3 ലീഗ് മത്സരങ്ങളിൽ മാത്രമായിരിക്കും ബട്ട്ലറുടെ സേവനം GTക്ക് ലഭ്യമാകാൻ പോവുക. കാരണം കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ച വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള ഏകദിന T20 പരമ്പരകൾക്കുള്ള സ്കോഡിൽ അവരുടെ മുൻ താരം കൂടി അവരുടെ മുൻ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ജോസ് ബട്ട്ലർ ഇടം പിടിച്ചിട്ടുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ ജോസ് ബട്ട്ലർക്ക് നാഷണൽ ഡ്യൂട്ടി മുന്നിൽ നിൽക്കെ GTക്ക് വേണ്ടി അവശേഷിക്കുന്ന 3 ലീഗ് മത്സരങ്ങളിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുക. GT ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ച സ്ഥിതിയിലാണ്. അങ്ങനെയാണെങ്കിൽ GTയുടെ പ്ലേ ഓഫ് മത്സരങ്ങളടക്കം ബട്ട്ലർക്ക് നഷ്ടമാകും. അത് ഗുജറാത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം ഈ ഒരു സീസണിൽ ORG ലീഗ് റിപ്പോർട്ടിൽ 5ാം സ്ഥാനത്തും GTക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളിൽ 3ാം സ്ഥാനത്തുമുള്ള പ്ലെയറാണ് അവരുടെ സ്റ്റാർ ബാറ്റർ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇംഗ്ലീഷ്മാൻ ജോസ് ബട്ട്ലർ. സോ പ്ലേ ഓഫ് പോലെയുള്ള നിർണായക പോരാട്ടങ്ങളിൽ ഫോമിൽ കളിക്കുന്ന ബട്ട്ലറുടെ അഭാവം അത് ഗുജറാത്തിന് താങ്ങാവുന്നതിലും അപ്പുറം തന്നെയായിരിക്കും. സോ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജോസ് ബട്ട്ലർക്ക് പകരം ശ്രീലങ്കൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള കുശാൽ മെൻഡിസിനെ ഒരുപക്ഷെ GT സൈൻ ചെയ്തേക്കും. പ്ലേ ഓഫ് മത്സരങ്ങൾക്കും ഫൈനലിൽ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ആ മത്സരങ്ങൾക്കും വേണ്ടി മാത്രം IPL-ലെ പുതിയ റൂൾ പ്രകാരം ടെമ്പററി റീപ്ലേസ്മെൻ്റ് ആയിട്ട് കുശാൽ മെൻഡിസ് ശ്രീലങ്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ കുശാൽ മെൻഡിസിനെ ഗുജറാത്ത് തങ്ങളുടെ സ്ക്വാഡിലേക്ക് കൊണ്ടുവരുമെന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇതുവരെ GT മാനേജ്മെൻറ്റ് നടത്തിയിട്ടില്ല. എന്നിരുന്നാലും പ്ലേ ഓഫ് മത്സരങ്ങളിൽ ബട്ട്ലറുടെ സേവനം GTക്ക് ലഭ്യമാകാത്ത പക്ഷം ടെമ്പററി റീപ്ലേസ്മെൻ്റ് ആയിട്ട് ശ്രീലങ്കൻ താരത്തെ ഒരുപക്ഷെ ഗുജറാത്ത് കൂടാരത്തിലേക്ക് കൊണ്ടുവന്നേക്കും. ഇനി മറ്റുള്ള അപ്ഡേറ്റ് അത് KKR ക്യാമ്പിൽ നിന്നുള്ളതാണ്. KKRൻ്റെ ക്യാമ്പിലേക്ക് മൊയ്ൻ അലിയും അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ട് താരം മൊയ്ൻ അലിയും വെസ്റ്റ് ഇൻഡീസ് താരം റോമാൻ പവലും തിരികെ എത്തിയേക്കില്ല. അതേസമയം ആന്ദ്രെ റസൽ അവരുടെ ക്യാമ്പിൽ ജോയിൻ ചെയ്തേക്കും എന്ന വന്നിട്ടുണ്ട്. നമുക്കറിയാം നേരത്തെ ബട്ട്ലറുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലണ്ടിനായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിൻ്റെ ഏകദിന T20 സ്കോഡിൽ ഇടം പിടിച്ച താരമാണ് റോമാൻ പവൽ. സോ അതിനാൽ തന്നെ റോമാൻ പവൽ ആ ഒരു നാഷണൽ ഡ്യൂട്ടികൾക്ക് വേണ്ടി IPL ഇനി തിരികെ വന്നേക്കില്ല ഈ ഒരു സീസണിൽ. മൊയ്ൻ അലിയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അദ്ദേഹം സ്വന്തം തീരുമാനപ്രകാരം IPL ഈ ഒരു സീസണിൽ ഓപ്റ്റ് ഔട്ട് ചെയ്തു എന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സോ KKRനെ സംബന്ധിച്ചും കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം നിലവിൽ ഇതുവരെ പ്ലേ ഓഫ് ഉറപ്പിക്കാത്ത ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, മുൻ ചാമ്പ്യന്മാർ. സോ പ്ലേ ഓഫിന് വളരെ കുറച്ച് വിദൂര സാധ്യതകൾ മാത്രമുള്ള ടീമാണ് KKR. ആ ഒരു സാഹചര്യത്തിൽ പോലും ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുന്ന KKRനെ സംബന്ധിച്ച് എന്തുകൊണ്ട് കനത്ത തിരിച്ചടി തന്നെയാണ് സൂപ്പർ താരങ്ങളുടെ അഭാവം. സോ ഇതാണ് ഇന്ന് IPL-നെ സംബന്ധിച്ച് പുറത്തു വന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. ഒന്ന് ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്ക പങ്കുവച്ച തങ്ങളുടെ പ്ലെയേഴ്സിനോട് ജൂൺ 3 മാത്രം ക്യാമ്പിൽ ജോയിൻ ചെയ്താൽ മതി എന്നൊരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. GT ക്യാമ്പിൽ നിന്ന് വന്ന അപ്ഡേറ്റ് ബട്ട്ലർക്ക് പകരം കുശാൽ മെൻഡിസ് ഒരു പക്ഷേ GT സൈൻ ചെയ്തേക്കും. പിന്നുള്ളത് KKR-ലെ അപ്ഡേറ്റാണ്. റോമാൻ പവലും മൊയ്ൻ അലിയും ഒരു പക്ഷേ KKR-ന് വേണ്ടി ഈ സീസണിൽ ഇനി കളിച്ചേക്കില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.